സ്കൂളിൽ വരെ ഒരു മൂടുണ്ടായിരുന്നില്ല. നീ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ. അതെന്തിനാ? എന്റെ മൂഡ് അവിടെ തന്നെ ഉണ്ടോ നോക്കാനാ. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ എന്തൊരു രസമായിരുന്നു. ടൂറും ഷോപ്പിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ് ആലോചിക്കുമ്പോളാ ഉള്ള മൂടും കൂടി പോണത്. ഇന്ന് ചോദ്യം ചോദിക്കുന്ന ടീച്ചർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. ഞാനും പഠിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കുന്ന കാര്യം ടീച്ചർ മറന്നാൽ മതിയായിരുന്നു. എടി സൂസോ, ടീച്ചർ മറന്നിട്ടുണ്ടെങ്കിൽ നീയായിട്ട് ഓർമ്മപ്പെടുത്തരുത്. അതൊന്നും പറ്റൂല. ഞാൻ ടീച്ചറിനെ എന്തായാലും ഓർമ്മിപ്പിക്കും. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ടൂറിന്റെ ഇടയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കളിക്കുകയാണില്ലേ? പിന്നെ ടൂറ് പോണത് പഠിക്കാനാണോ? എനിക്ക് ഉത്തരം പറയാനിട്ട് മുട്ടി നിൽക്കുകയാണ്. അത്രക്ക് മുട്ടനുണ്ടെങ്കിൽ കക്കൂശി ഇപ്പോ. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ടീച്ചർ ഒന്ന് ലീവ് ആയാൽ മതിയായിരുന്നു. ടീച്ചർ ലീവ് ഒന്നല്ല, ടീച്ചറിനെ ഞാൻ രാവിലെ കണ്ടു. ബെസ്റ്റ്. ഞാൻ പനിയാണെന്ന് പറഞ്ഞ് കിടക്കും. അത് നടക്കൂല. നിനക്ക് കള്ളപ്പനിയാണെന്ന് ഞാൻ ടീച്ചറിനോട് പറയും. ഇവൾ എന്തൊരു സാധനാണ്. യെസ്, ഞാൻ കള്ളങ്ങളൊന്നും പറയൂല. ഓ, ഒരു സത്യസന്ധ. ഇനിയിപ്പോ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ബെല്ലടിക്കാനായി, നമുക്ക് ക്ലാസ്സിൽ പോവാ. അല്ലെങ്കിൽ അതിനുള്ളത് വേറെ കിട്ടും. ബെല്ലടിച്ചു, വേഗം പോവാ. കം ഓൺ ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പൊ ഒന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കാം. ടീച്ചർ ചോദ്യം ചോദിക്കണ കാര്യം മറന്നോ? അതൊക്കെ പറ, ടീച്ചർ കേൾക്കും. ടീച്ചർ ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞിരുന്നു. ഓ, ഞാനത് മറന്നു. എല്ലാരോടും ഞാൻ ഇന്ന് GK ക്വസ്റ്റ്യൻസ് പഠിച്ചു തരാൻ പറഞ്ഞിരുന്നില്ലേ? അതാണ് ഇന്ന് ചോദിക്കണത്. നന്നായി. അപ്പൊ എല്ലാരും റെഡി അല്ലേ? യെസ് ടീച്ചർ. ആദ്യത്തെ ചോദ്യം തുമ്പിമോളോടാണ്. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? അത് എന്റെ ചേച്ചിയാണ്. നിന്റെ ചേച്ചിയോ? അവളെന്നെ. എന്റെ അപ്പൂപ്പന്റെ പഴയ റേഡിയോ കാണാതെ പോയപ്പോ അവളാ കണ്ടുപിടിച്ചത്. തുമ്പിമോൾക്ക് നല്ല അടിയുടെ കുറവുണ്ട്. സുഹറ പറയൂ, ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത്? മക്രോണി. മക്രോണി അല്ലേ, നൂഡിൽസ് ആണ്. ഉത്തരം തെറ്റാണ്. ഇനി സൂസു പറയൂ. മാർക്കോണി. ഉത്തരം ശരിയാണ്. വെരി ഗുഡ് സൂസു. താങ്ക് യു ടീച്ചർ. ഇനി രണ്ടാമത്തെ ചോദ്യം. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? കുൽസു പറയൂ. വാഴയാണോ ടീച്ചർ? ഞാൻ നിന്നെ കുറിച്ചല്ല ചോദിച്ചത്. ഉത്തരം തെറ്റാണ്. തുമ്പിമോള് പറ. ഞാനൊരു ക്ലൂ തരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മരമാണ് അത്. മനസ്സിലായി ടീച്ചർ. തന്നെയല്ലേ? കറക്റ്റ്. മേ ഐ കം ഇൻ ടീച്ചർ? വന്നോ? ഇന്നെന്താ നേരത്തെ എഴുന്നള്ളിയത്? അത് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ടീച്ചർ. എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന്റെ ആൻസർ നീ തന്നെ പറ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? കാക്കല്ലേ ടീച്ചർ? അതെങ്ങനെ? ടീച്ചറല്ലേ പറഞ്ഞത് തെങ്ങ് കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമായത്? തെങ്ങ് ഇവിടെ കുറെ ഉള്ളത് കൊണ്ടാണെന്ന്. അപ്പോ ഇവിടെ കൂടുതലുള്ള പക്ഷി കാക്കയല്ലേ? അപ്പോ സംസ്ഥാന പക്ഷി കാക്കയല്ലേ വേണ്ടത്? കാക്കയും പൂച്ചയൊന്നും അല്ല. ഉത്തരം തെറ്റാണ്. അതിന് ഞാൻ തെങ്ങിന്റെ കാര്യം പറയുമ്പോ നീ ക്ലാസ്സിലില്ലല്ലോ. അത് ഞാൻ പുറത്തു നിന്ന് കേട്ടതാണ്. അപ്പൊ നീ ക്ലാസ്സിൽ കയറാതെ മനഃപൂർവ്വം വൈകിച്ചതാണല്ലേ? നിന്റെ പാരന്റിനെ ഒന്ന് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ സംസ്ഥാന പക്ഷി ഏതാണ്? സൂസു പറ. വേഴാമ്പൽ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ് സൂസു. താങ്ക് യു ടീച്ചർ. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നാളെ ചോദിക്കാം. സൂസു മാത്രമേ ഉള്ളൂ ശരിക്ക് പഠിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും നാളെ നന്നായി പഠിച്ചു തരണം. ഈ സൂസനെ കൊണ്ട് വല്ലാത്ത കഷ്ടാണല്ലോ. ഇനി പുറത്തിറങ്ങി അവളുടെ ഗമ കാണേണ്ടി വരും. അതെ, അവൾ ടീച്ചറിന്റെ പെറ്റല്ലേ. ഓ സമാധാനം. ബെല്ലടിച്ചു. വാ നമുക്ക് പോവാ. ബെല്ലടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത പീരീഡ് മാത്സ് ആണ്.
ആ അതിലും നല്ലത് ഇതന്നെയായിരുന്നു.